ഒരേ ദിവസമായി ഡ്രസ്സ് ഇട്ട് നടക്കുന്നു. അന്ന് അമ്മൂമ്മേൻ്റെ വീട്ടിൽ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. കുറേ ദിവസം അമ്മൂമ്മ പുറത്തോട്ട് നോക്കിയിരിക്കുന്ന ഈ രാത്രി എന്നെയും പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ഞാൻ വരുന്നത് നോക്കിയിരിക്കുക അമ്മൂമ്മ എന്നെ വഴക്ക് പറയാനായിട്ട്. ഞാനിവിടെ ഡ്രസ്സ് മാറ്റാനാ വരുന്നതെന്ന് പോലും കേൾക്കില്ല. അപ്പോഴേക്കും ചാടി കടിക്കാൻ നടക്കും. ഒന്നുമില്ല എൻ്റെ കയ്യിൽ. നേരത്തെ ഇട്ടിരുന്ന ആ റേസർ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ടീഷർട്ട് മാത്രം ഇടാം. ഷഡ്ഡിയൊന്നും ഇല്ല കയ്യിൽ. പാൻറ്റില്ല, മാച്ചിങ് പാൻറ്റും ഇല്ല. ടീഷർട്ട് മാത്രം മതിയാവും. കുഴപ്പമില്ല, ചെറിയൊരു ബോറുണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ അമ്മൂമ്മ. ഓ ശരി അമ്മൂമ്മേ. ജെല്ലിയങ്കിള് രാത്രിയും പുറത്ത്. പുള്ളിക്ക് ഉറങ്ങൊന്നും വേണ്ടേ? ഇന്ന് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ പോവാം. ന്യൂസ് പേപ്പർ ജോബ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ വേണ്ട, നമുക്ക് ട്രെയിൻ എവിടെയാന്ന് നോക്കാം. ഇതാ റെയിൽവേ ട്രാക്ക് കണ്ടോ? ട്രെയിൻ കാണാം, പച്ച കളർ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ റെയിൽവേ ട്രാക്ക്. ഇതിൻ്റെ സ്റ്റേഷൻ എവിടെയാണാവോ? സ്റ്റേഷൻ കണ്ടിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയി നിൽക്കാമായിരുന്നു. ഒരു ട്രെയിൻ വരുമ്പോൾ ഒന്ന് കയറി വോബ്ലി ഐലൻഡ് വെറുതെ ഒന്ന് ചുറ്റി കാണാമായിരുന്നു. കണ്ടിട്ട് അത് സ്റ്റേഷൻ പോലെ ഉണ്ട്. അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. നമുക്ക് വണ്ടി എടുക്കാം. നമ്മുടെ നെയ്ബറിൻ്റെ വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല, പുള്ളി വഴക്കൊന്നും പറയില്ല. അടുത്ത വലിയ ദൂരമൊന്നുമില്ല. അടുത്ത് തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ തോന്നുന്നു. പണ്ട് എപ്പോഴും പോയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇതെന്താ എൻ്റെ അമ്മേ, ഇതൊക്കെ ഇറങ്ങുന്ന കണ്ട എൻ്റെ വണ്ടി. വല്ലാത്തൊരു ഇതായിപ്പോയി. ഇയാളിവിടെ കുറേ നാളായിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിൽക്കുന്ന കണ്ട്. പുള്ളിനോടൊന്ന് സംസാരിച്ച് നോക്കാം. മോൺസ്റ്റർ, I'm just a little scared. I've been working on this cave for Halloween, but I got spooked and ran out and dropped my torch inside. Can you get it for me? Okay. പുള്ളി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പുള്ളി ഈ കേവിൻ്റെ ഉള്ളിൽ അതാണ് ടോർച്ച് പുള്ളി പറഞ്ഞത്. പുള്ളി ഈ കേവിൻ്റെ ഉള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഹാലോവീൻ വർക്ക്. അപ്പം ഇതിലെന്തെങ്കിലും സ്പൂക്കി സ്പൈഡർ വെബ്. പേടിച്ച് പോയല്ലോ ഇത്. വേറെ ഇതൊന്നും ശരിക്കുള്ളതല്ല, പുള്ളി ഡെക്കറേറ്റ് ചെയ്തതായിരിക്കും. പുള്ളി ഇതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു ടോർച്ച് വീണു. അതെടുത്ത് കൊടുക്കണം പുള്ളിക്ക്. ഓരോ സാധനങ്ങളും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. മനസ്സിലൊന്നും നേരെ നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് വന്നോളൂ. ഇത് പറഞ്ഞു ഇവിടെ കിടക്കുന്നുണ്ടോ? നമ്മൾ അതിൻ്റെ മേളിൽ കൂടിയായി നടന്നു പോകുന്നത്. ഒരെണ്ണം കഴിഞ്ഞതേ അടുത്തത്. ഇവിടെ കണ്ടില്ലേ ഓരോന്നും, എല്ലായിടത്തും ഒരു ഗോസ്റ്റ്. ഇനി എന്തെങ്കിലും പൊങ്ങി വരുമോ എന്നുള്ള പേടിയില്ല ഞാൻ. ഓക്കെ, ഇതുവരെ ഒന്നും ഇല്ലാന്ന് തോന്നി. ഇനിയിപ്പോൾ നമ്മൾ വേഗം ടോർച്ചിൻ്റെ അടുത്ത് എത്തുമായിരിക്കും. പുള്ളി ഇരുട്ടാ, ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മളിങ്ങനെ തിരിച്ച് ഇവിടെ തന്നെ എത്തി. നമ്മൾ അപ്പുറത്തെ സൈഡിലേക്കല്ലേ? ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത്. നമ്മൾ ഈ ഗേറ്റ് എന്തായാലും പൊളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം മിക്കവാറും എനിക്ക് വഴി തെറ്റി ഞാൻ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാവും. ഒന്നുകൂടി ഒന്ന് കയറി അപ്പുറത്തെ സൈഡിൽ എത്താൻ പറ്റുമെന്ന് നോക്കാം. നേരത്തെ നമ്മൾ കുറേ ഗോസ്റ്റിനെ കണ്ടിരുന്നു. ഞാൻ സെയിം ഗോസ്റ്റ് ഇപ്രാവശ്യം ദേ വന്ന വീണ്ടും. അയ്യോ അറിയണ്ടേ, വീണ്ടും ഗോസ്റ്റ് ഉണ്ട്. അയ്യോ പേടിയാവുന്നു എനിക്ക്. ഇതാണെങ്കിലും തീരുന്നില്ലല്ലോ കൊണ്ട്. നേരത്തെ നമ്മൾ ഇവിടെയൊക്കെ വന്ന് നമ്മൾ ആ അപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ പോയത് ഇങ്ങോട്ടേക്ക് തിരിയുന്നതിന് പകരം തോന്നുന്നു. എനിക്ക് ഉറപ്പൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇത് പുതിയ റൂട്ടാണ്. കാരണം നമ്മൾ സ്പൈഡറിനൊന്നും കണ്ടില്ല. സ്പൈഡറൊക്കെ സ്പൈഡറിനെയൊക്കെ കണ്ടിട്ട് പേടിയാവുന്നല്ലോ. നോക്കട്ടെ, ഇനി മുന്നിൽ വേറെ എന്തെങ്കിലും ഗോസ്റ്റ് കാര്യങ്ങളുണ്ടാവും. വീണ്ടും സ്പൈഡർ. കുറേ വവ്വാല്, കുറേ ബാറ്റ്സ് നമ്മളെ പിടിക്കാനാണ് വരുന്നത്. ഓടിക്കോ. ഓക്കെ, നമ്മൾ പുതിയ റൂമിലെത്തി. ഇവിടെ ഒന്നും കാണുന്നില്ല, ഗോസ്റ്റ് ഒന്നും ഉണ്ടാവാൻ. ഇതെന്താ ഇത്? ഡക്കോ? വലിയൊരു സ്കേറി ഡക്കാണല്ലോ ഇത്. ഈ കൂടി മാറട്ടെ.
സ്പൈഡർ വെബ്. ഇനി ഗോസ്റ്റ് ഒന്നും കാണല്ലേ അമ്മ. ടോർച്ച് കിട്ടി ടോർച്ചിട്ട് വേഗം സ്ഥലം കാലിയാക്കട്ടെ. ദേ പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ. നമ്മൾ ഇവിടെ തന്നെ അല്ലേ? വഴി തെറ്റിയോ വീണ്ടും? ഇല്ല കറക്റ്റ് വഴിയ. ഭാഗ്യം. പുള്ളിക്ക് ടോർച്ച് എടുത്ത് നമുക്ക് ട്രെയിൻ വന്ന് നടക്കുന്നത്. പുള്ളിക്ക് വേഗം ടോർച്ച് എടുത്ത് നമുക്ക് പോവാം. വാവ്, താങ്ക് യു എന്നൊക്കെയാ പുള്ളി പറയുന്നത്. യു ആർ വെരി ബ്രേവ് ബ്ലാ ബ്ലാ ബ്ലാ. ഓക്കെ, നമുക്കൊരു ഈവിൾ ഡക്ക് ഹാറ്റും കിട്ടി. നമ്മൾ വേഗം പോയി ട്രെയിനിൽ കയറാൻ. നമുക്ക് ഈ റോബ് ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ട്രെയിൻ പോകുന്നു വേഗം ചാടിക്ക. എൻ്റെ അമ്മേ, ട്രെയിനിൻ്റെ അടിയിലായി പോയല്ലോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കറങ്ങാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.